4 മാസമായി ഈ ഒരു സ്ഥലം വാങ്ങിച്ചിട്ട്. ഒന്നുമില്ല, റോഡ് സൈഡാണ് ഇത്. അനേക വർഷങ്ങളായിട്ട് ഈ ഭൂമിയിലൊന്നും കൃഷി ചെയ്തിട്ടില്ല. പിന്നെ വലിയൊരു മാവുണ്ട്, പഴയ കാലത്ത് വലിയൊരു മാവ്. നല്ല രസമാണത്, കാണാൻ ഭംഗിയുണ്ട്. ചുറ്റും റൗണ്ടൊക്കെ കെട്ടി മുകളിലുണ്ട് ഊഞ്ഞാലൊക്കെ ഇട്ടുകയാണെങ്കിൽ ഓണ സമയത്ത് കുട്ടികൾക്ക് ഊഞ്ഞാലാടാനൊക്കെ നല്ലതാണ്. പിന്നെ വെറും ഭൂമിയാണെങ്കിലും ഇതിൻ്റെ അകത്ത് ഏലവും കുരുമുളകും ഒക്കെ നട്ടുപിടിപ്പിക്കാം. പിന്നെ കുറേ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാം. ഇപ്പോൾ നഴ്സറികളിൽ ലഭ്യമായിട്ടുള്ള ഫലവൃക്ഷങ്ങളൊക്കെ നട്ടുവെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 വർഷം കഴിയുമ്പോൾ ഇതൊക്കെ ഒരുവിധം വളർന്ന് ഭംഗിയായിട്ട് വരും. ഇപ്പോൾ ഒന്നുമില്ല ശരിക്കും. ഏലം വെച്ചിട്ടുണ്ട്, കുരുമുളകിൻ്റെ തൈ മരത്തെ നട്ടിട്ടുണ്ട്. ഏലത്തിനൊക്കെ 3-4 പുതിയ ചിമ്പുകൾ വന്നു തുടങ്ങി. പിന്നെ നല്ല ഒരു പ്രകൃതിയാണ്. റോഡ് സൈഡ് ആയതുകൊണ്ട് വരാനും പോകാനും ഒക്കെ എളുപ്പമാണ്. ഇതിൻ്റെ അകത്ത് കൊടിയും കുരുമുളക് കൊടി ഏലമൊക്കെ വളർന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയാകും. ഇപ്പോൾ ഒന്നുമില്ലാത്ത വെറും ഭൂമിയാണ്. കൃഷി ചെയ്യാൻ ഏറ്റവും നല്ലത് ശരിക്കും വെറും ഭൂമി തന്നെയാണ്. കാരണം നമ്മുടെ ഇഷ്ടത്തിന് നട്ടുപിടിപ്പിക്കാമല്ലോ. ഇത് മൽബറിയാണ്, വിദേശ ഇനമാണ്. നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന പല ചെടികളും ഔഷധ ചെടികളും ഹെർബൽസും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ വഴി സൈഡ് നട്ടു വെക്കുവാണെങ്കിൽ നല്ലതാണ്. ഈ കൃഷിയാകുന്നിടം വരെ 1 വർഷത്തേക്ക് പച്ചക്കറിയൊക്കെ നടാൻ നല്ലതാണ്. കുറേ സ്ഥലം വൃത്തിയാക്കി മുളകും തക്കാളി ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ നടാം. ഇവിടെ കാര്യങ്ങൾ നടക്കും. ഇത് കുറച്ച് കാബേജ് നട്ടേക്കുന്നതാണ്. പച്ചമുളക് നട്ടിട്ടുണ്ട്, വഴുതനയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ കണ്ടൊരു കാര്യം, ഈ മാങ്കോസ്റ്റിനും റംബൂട്ടാനും ലിച്ചിയും ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ തണൽ മരങ്ങളായിട്ട് വെക്കുകയാണെങ്കിൽ ഏലത്തിന് തണലും കിട്ടും. പിന്നെ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഫലവും നമുക്ക് കിട്ടും. ഇതിപ്പോൾ പലയിടത്തും ഇല്ലാതെയായിപ്പോയൊരു സാധനമാണ് ഈ ഗോൾഡൻ ബെറി, ഞൊട്ടാഞ്ഞൊടിയൻ. ഇത് തന്നെ പല വലിപ്പത്തിലും പല രുചിയിലുമുള്ളത് അവൈലബിളാണ്. പണ്ട് തൊടികളിലൊക്കെ ഞൊട്ടാഴി എന്ന് പറഞ്ഞ് ഉണ്ടായിരുന്നു. തിന്നാൻ പുളിയോടുകൂടിയ മധുരമാണ്, നല്ലതാണ്. എന്തായാലും പ്രകൃതിയിൽ തനതായിട്ടുള്ള എല്ലാം ഓരോന്ന് 2 നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഒരു നേരം പോക്കുണ്ട്. പറമ്പിലിറങ്ങി ചെല്ലുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പേരയ്ക്കായോ മാങ്ങായോ ചാമ്പയ്ക്കായോ ഇങ്ങനെ പല സാധനങ്ങളും നട്ടുപിടിപ്പിക്കുമ്പോൾ ഇറങ്ങി നടക്കുമ്പോൾ നമുക്കൊന്ന് ഫ്രഷാകാനായിട്ട് ഇതിൻ്റെ ഫ്രൂട്ട്സൊക്കെ കൊള്ളാം. ഈ കല്ലൊക്കെ നല്ലതാണ്. കൃഷിഭൂമിയിലൊക്കെ ഇരുന്ന് നടന്ന് കുറേ മടുക്കുമ്പോൾ ഇത് കയറിയിരിക്കാം. ഇതിൽ കൃഷിപ്പണി ചെയ്യുന്നവർക്കും കാപ്പ് കുടിക്കാൻ നേരമോ ചോറിന് നേരമൊക്കെ അല്പസമയം കയറിയിരിക്കാനും വിശ്രമിക്കാനും ഒക്കെ